PR കൊണ്ട് വലിയ ഗുണമുണ്ടോ? സാധാരണ നമ്മൾ തള്ള് എന്ന് പറയുന്ന ഈ കാര്യം മാത്രം ചെയ്തതുകൊണ്ട്, സത്യത്തെ മറച്ചു വെച്ച് കള്ളം മാത്രം പറഞ്ഞ് PR വർക്ക് ചെയ്യുന്നത് കൊണ്ട് LDFന് എന്തെങ്കിലും ഗുണം കിട്ടിയോ? എന്തെങ്കിലും സത്യം പുറത്തു വരും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ സത്യം ചുമ്മാ പുറത്തു വരത്തില്ല. അത് മൂടി വച്ചിരിക്കുന്നതാണെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ അതിൻ്റെ സത്യം പുറത്തു വരത്തുള്ളൂ. അല്ലെങ്കിൽ സത്യം മൂടി വയ്ക്കപ്പെട്ട് തന്നെ കിടക്കും. പക്ഷേ PR നടത്തുന്ന സമയത്ത് ചിലപ്പോൾ കുറേ അസത്യങ്ങൾ നമ്മൾ സത്യമായിട്ട് ഒക്കെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ പിണറായി വിജയൻ വലിയൊരു ശ്രമം നടത്തി. അതിനുവേണ്ടി ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്. ഇപ്പം പണ്ട് ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അങ്ങനത്തെ ഒരു PR ഒരു വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും വീഴ്ചകൾ അല്ലെങ്കിൽ അഴിമതികൾ ഒക്കെ ഏതെങ്കിലും പോസ്റ്റായിട്ട് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് അയാളെ ചീത്ത വിളിക്കുന്ന ഒരു പറ്റം അടിമകൾ, അതൊക്കെ പൈസ നൽകിയായിരിക്കും അങ്ങനത്തെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു PR-ൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ കൂടി ഒരു ഈ സോഷ്യൽ മീഡിയയിൽ അഴിമതി സർക്കാരിൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെ വീഴ്ചകൾ പറഞ്ഞാൽ, ആരോഗ്യവകുപ്പിൻ്റെ ഒരു വീഴ്ച പറഞ്ഞാൽ, അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു വീഴ്ച പറഞ്ഞാൽ ഉടനെ തന്നെ അത് വീഴ്ചയല്ല എന്നുള്ള ന്യായീകരണമൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ അത് ഒരു PR തന്നെയാണ്. അതുപോലെ അടുത്തൊരു കാര്യം, നമ്മുടെ ഒരു വലിയൊരു ബസ്സൊക്കെ വാങ്ങിച്ച് നവകേരള യാത്ര എന്ന് പറഞ്ഞ് 140 മണ്ഡലങ്ങളിലൂടെയും ഈ എല്ലാ മന്ത്രിമാരെയും കൂട്ടി യാത്ര നടത്തിയത് അതൊരു PR-ന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് എത്ര രൂപ നമ്മുടെ ഖജനാവിൻ്റെ ബസ് വാങ്ങിക്കുന്നതിനും ബസ് ഓടിക്കുന്നതിനും ഇവർ ബസ്സിൽ മാത്രമല്ല എല്ലാ മന്ത്രിമാരുടെയും കാറും ഇതിൻ്റെ പുറകെ തന്നെ പോയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എത്രയോ ചിലവ് അതിന് വേണ്ടി വന്നിട്ടുണ്ട് വെറും PR-ന് വേണ്ടി. ഓരോ വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, പദ്ധതികൾ, അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പത്രപരസ്യങ്ങൾ, ഫുൾ പേജ് പരസ്യം, അര പേജ് പരസ്യം, ക്വാർട്ടർ പേജ് പരസ്യമൊക്കെ പണം നൽകി സർക്കാർ PR വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും PR-ന് വേണ്ടിയിട്ടാണ്. അത് TV-യിലും അതുപോലെ പരസ്യങ്ങൾ നൽകുന്നു. അതുപോലെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു PR വർക്കായിട്ട് തന്നെയാണ് അത് ചെയ്തത്. അല്ലാതെ അതിൽ കൂടി പുറമേ പറയുന്നത് പല പല ഉദ്ദേശ ലക്ഷ്യങ്ങളാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം വെറും PR വർക്ക് മാത്രമായിരുന്നു. പക്ഷേ അത് ജനം തിരിച്ചറിഞ്ഞു. ഇങ്ങനത്തെ കള്ളത്തരത്തിലുള്ള PR വർക്കുകൾ കൊണ്ട് കാര്യമില്ല, സത്യം എപ്പോഴെങ്കിലും പുറത്തു വരും എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞെന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗുണവും പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കോ കിട്ടാതിരുന്നത്. അതുപോലെ കിഫ്ബി എന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പിണറായി 3.0, അതായത് തുടർഭരണം കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ കാര്യങ്ങളാണ് അവർ ചെയ്തത്. പണം മുടക്കി. അത് പൊതുപ്പണമാണ്, നികുതിദായകരുടെ പണമാണ്. ഡോക്ടർ KM എബ്രാഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പിണറായിയെ വീണ്ടും വരുത്താൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ പണം കിഫ്ബി ചിലവാക്കി എന്നുള്ളതാണ്. അതുപോലെ കിഫ്ബി എത്ര പരസ്യങ്ങളാണ് എല്ലാ TV ചാനലുകൾക്ക് നൽകുന്നത്. അത് ആ പരസ്യമൊക്കെ നൽകുന്നത് ഈ കിഫ്ബിയുടെ വീഴ്ചകളും കിഫ്ബിയുടെ അഴിമതിയും സർക്കാരിൻ്റെ അഴിമതിയും സർക്കാരിൻ്റെ വീഴ്ചകളുമൊക്കെ കുറച്ചുകൂടെ ഒന്ന് പൊതിഞ്ഞ് നൽകണം, അല്ലെങ്കിൽ അത് വാർത്ത നൽകരുത്, വാർത്ത പോസിറ്റീവായിട്ട് സർക്കാരിന് വേണ്ടി നൽകണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇത്രയും പരസ്യം ഈ പൊതുജനങ്ങളുടെ പണമെടുത്ത് സർക്കാർ TV ചാനലുകൾക്കും പത്രങ്ങൾക്കൊക്കെ നൽകുന്നത്. അതെല്ലാം PR വർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും PR വർക്കുകളൊക്കെ, അതുപോലെ കേരളം ഒട്ടാകെ PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോർഡിങ്സ് വെച്ചിരുന്നു, അതായത് വലിയ വലിയ പരസ്യങ്ങൾ. അപ്പോൾ അതെല്ലാം സർക്കാരിൻ്റെ വകുപ്പിൻ്റെ പണമാണ്. അതായത് ഓരോ കാര്യങ്ങൾ പിണറായി വിജയൻ സർക്കാർ ചെയ്ത്, പിണറായി വിജയൻ്റെ തല മാത്രം ഇവിടെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല മാതൃകയാണ് കേരളം എന്നും പറഞ്ഞിട്ട്, അതുപോലെ ഇവിടെ വളരെ അസത്യമായ കാര്യമാണ്. ഒരിടത്ത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ ഒരു വേസ്റ്റിൻ്റെ ലോക മാതൃകയാണ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു പത്രത്തിൻ്റെ ആ ഒരു വലിയൊരു ഹോർഡിങ്ങിൻ്റെ പരസ്യത്തിൻ്റെ താഴെ തന്നെ വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്ന ഒരു പടം ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അത് വെച്ച ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് അത് വേസ്റ്റൊന്നും ഇല്ലാത്തടത്തുങ്ങൾ കൊണ്ടേ വെക്കാൻ പോലും തോന്നിയില്ല എന്നുള്ളൂ. പക്ഷേ PRDയുടെ പൈസയാണല്ലോ, കാട്ടിലെ തടുത്ത് അവരുടെ ആന. PRD ഇത് കരാർ ആർക്കോ നൽകി, നമ്മുടെ നികുതിദായകരുടെ പൈസയാണ്.
അപ്പോൾ അത് ഇങ്ങനെ പിണറായി വിജയനെ വളവും വെച്ചിട്ട് നാട് നീളെ പി ആറായിട്ട് വേണ്ടി അത് നടത്തിയിരുന്നു. അതുപോലെ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ടതാണ്, കേരളത്തിൽ 3.5 ലക്ഷത്തോളം പുതിയ വ്യവസായങ്ങൾ തുടങ്ങിയെന്നും പറഞ്ഞിട്ട് ഒക്കെ എന്തെല്ലാം പരസ്യങ്ങളാണ് PRD കേരളത്തിൽ ഉടനീളം അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ PR അല്ലെങ്കിൽ തള്ള് ആയിട്ട് ഭരണ വീഴ്ചകൾ മറച്ചു വെക്കാനും അഴിമതികൾ മറച്ചു വെക്കാനും വളരെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു നല്ല പിള്ളയായിട്ട് മാന്യനായിട്ട് മഹാനായിട്ട് അവതരിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ശ്രീ പിണറായി വിജയൻ പൊതുജനങ്ങളുടെ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ ദൂർത്തടിച്ചത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും. എന്നിട്ട് എന്ത് പ്രയോജനം ഈ PR വർക്ക് കൊണ്ട് പിണറായി വിജയനുണ്ടായി? പിണറായി വിജയൻ്റെ തന്നെ ധർമ്മടം മണ്ഡലത്തിൽ 67ഓളം ബൂത്തുകളിൽ പിണറായി വിജയൻ തോറ്റു. പിണറായി വിജയൻ പിന്നിലായിരുന്നു 67 ബൂത്തുകളിൽ. ബാക്കി 200ലധികം ബൂത്തുകളുള്ളത് കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയനെ വോട്ട് ചെയ്ത ആൾക്കാർ ഇപ്രാവശ്യം പിണറായി വിജയന് വോട്ട് ചെയ്തില്ല. ഈ PR വർക്ക് കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അതുപോലെ 3.5 ലക്ഷം ഇവിടെ വ്യവസായങ്ങൾ വന്നു, പുതിയ വ്യവസായങ്ങൾ വന്നു എന്ന് തള്ളിയ PR വർക്ക് ചെയ്ത P രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിയെ ജനങ്ങൾ തോപ്പിച്ചു. അതുപോലെ ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ അമേരിക്കയിൽ തന്നെ ചികിത്സിക്കാൻ ഇവിടെ ആൾക്കാർ വരും, ലോകത്തിലെ നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ജനങ്ങൾ തോപ്പിച്ചു. അതുപോലെ വിദ്യാഭ്യാസം മേഖല വളരെ നമ്പർ 1 ആണ് കേരളമെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ബിന്ദുവിനെ ജനങ്ങൾ തോപ്പിച്ചു. ഇത്രയും കുത്തഴിഞ്ഞ നിലയിലേക്ക് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം നശിപ്പിച്ച ബിന്ദുവിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കില്ലല്ലോ. PR കൊണ്ടൊരു കാര്യവുമില്ലാന്ന് തെളിയിച്ചു. അതുപോലെ ശിവൻകുട്ടി അതുപോലെ തന്നെ തോപ്പിച്ചു. അങ്ങനെ പലരെയും ജനങ്ങൾ വളരെ ഈ PR കൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു ഗുണവുമില്ല, എന്തെങ്കിലും കാര്യക്ഷമമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് സത്യമായിട്ട് ധർമ്മമായിട്ട് ന്യായമായിട്ട് ചെയ്യുന്നവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ. വെറും തള്ളുകൊണ്ട് PR കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്നുള്ളത് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ജനങ്ങൾ തെളിയിച്ചു. ഇനി 1-2 ഉദാഹരണങ്ങളോട് പറയാം. പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ അദ്ദേഹം ഒരു PR വർക്കും ചെയ്യാതെ വലിയ പ്രചരണങ്ങളില്ലാതെ ജനങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ജനങ്ങളുടെ യഥാർത്ഥ പ്രതിനിധിയായി. അതാണ് യഥാർത്ഥ ഒരു ജനപ്രതിനിധി. ജനങ്ങൾ എന്താണോ പറയണമെന്ന് ആഗ്രഹിച്ചത് അത് തുറന്ന് പറഞ്ഞ് ജനങ്ങളുടെ പ്രതിനിധിയായി. അതാണ് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ. ഇനി അടുത്തൊരു ഉദാഹരണം പുതുപ്പള്ളിയിലാണ്. ചാണ്ടി ഉമ്മൻ കൊടിതോരണങ്ങളില്ലാതെ ഫ്ലെക്സ് വെക്കാതെ അതുപോലെ ഈ അവസാനത്തെ ഈ കലാശക്കൊട്ടം നടത്താതെ സൈക്കിളിൽ യാത്ര ചെയ്ത് പ്രചരണം നടത്തി. അധികം ആർഭാടമില്ലാതെ ഒരു പ്രചരണം. അത് നല്ലൊരു എക്സാമ്പിളാണ്, നല്ലൊരു മോഡലാണ്. അപ്പോൾ ആർഭാടമില്ലാതെ ഒരു അധികം പണം ചെലവാക്കാതെ ഒരു ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീടുകളിൽ പോയി അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആയിട്ട് കഴിഞ്ഞ 5 വർഷം UDF ഒരു ബന്ധും ഹർത്താലും ഒന്നും നടത്താതെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ആണ് അവരുടെ പ്രതിപക്ഷ പ്രവർത്തനം നടത്തിയിരുന്നത് എന്നുള്ളതൊക്കെ. അദ്ദേഹം അവിടെ MLA ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയതുകൊണ്ട് ബാക്കി കോടികൾ ചില മണ്ഡലങ്ങളിൽ ചിലവാക്കിയ ചില സ്ഥാനാർത്ഥികളുണ്ട്. അവർക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ് ചാണ്ടിയമ്മൻ 52,000-ലധികം ഭൂരിപക്ഷം തന്നെ നേടി ചാണ്ടിയമ്മൻ ജയിച്ചു. അതൊരു നല്ല മോഡലാണ്. ഫ്ലെക്സ് ഇല്ലാതെ, കലാശക്കൊട്ടില്ലാതെ, വലിയ ചിലവില്ലാതെ സൈക്കിളിലൊക്കെ യാത്ര ചെയ്ത് ഒരു നല്ല മോഡലായിട്ടുള്ളൊരു പ്രചരണമാണ്. അപ്പോൾ അതും ഒരു PR ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ ആ PR ഒരു പോസിറ്റീവായിട്ടുള്ളൊരു PR ആണ്. ജനങ്ങളുടെ പൈസ ദൂർത്തടിക്കാതെ അധികം പിരിവെടുക്കാതെ ഒക്കെയുള്ള ഒരു പ്രചരണം. തീർച്ചയായിട്ടും അത് നല്ല മോഡലാണ്. അതുപോലെ പയ്യന്നൂരെ ഒരു യഥാർത്ഥ ജനപ്രതിനിധി, ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞ് ജനങ്ങളുടെ പ്രതിനിധിയായ ഒരു PR-ഉം ചെയ്യാതെ സത്യം പറഞ്ഞ് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് ജനപ്രതിനിധിയായ പയ്യന്നൂരെ കുഞ്ഞികൃഷ്ണൻ തീർച്ചയായിട്ടും നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് PR കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് 2026 അസംബ്ലിയിലേക്ക് നടന്നത്. അത് ഇനിയുള്ള സ്ഥാനാർത്ഥികൾ, ഇനി ഉള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ അടുത്ത ഇലക്ഷന് മുമ്പ് ഈ ഒരു കാര്യം PR കൊണ്ടൊന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത്, നല്ല പദ്ധതികൾ ചെയ്ത്
ചെയ്തു കഴിഞ്ഞാൽ അത് ജനം തന്നെ തിരിച്ചറിഞ്ഞുകൊള്ളും. അത് ജനങ്ങൾക്കിഷ്ടം ഈ PR ചെയ്യുന്നവരെ അല്ല, അതിന് പകരം നല്ല മനുഷ്യത്വമുള്ള ന്യായം കാണിക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ മനുഷ്യർക്ക് ഇഷ്ടമെന്ന്, വോട്ടർമാർക്ക് ഇഷ്ടമെന്നുള്ളത് ഇനിയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പും പാർട്ടികളും സ്ഥാനാർത്ഥികളും തിരിച്ചറിഞ്ഞാൽ നല്ലത്.